പ്രിയപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 2025 കേരള PSC നടത്തിയിട്ടുള്ള 10ാം ക്ലാസ് നിലവാരത്തിലെയും പ്ലസ് 2 നിലവാരത്തിലെയും ഡിഗ്രി നിലവാരത്തിലെയും എല്ലാ ക്വസ്റ്റ്യൻസും എടുത്തിട്ട് വർക്കൗട്ട് ചെയ്യുകയാണ്. അതിൽ നമ്മൾ ഒന്നാമത്തെ ഭാഗം ഒരു ജൂലൈ മാസത്തിലെയും ജൂൺ മാസത്തിലെയും ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു 1.5 മണിക്കൂർ വരുന്ന ക്ലാസ്. കാരണം അത്ര എക്സാമുകൾ നടന്നിട്ടുണ്ട്. അതിലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളും ഒരു ആഷ് 1 പറഞ്ഞിട്ട് ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഇട്ടതാണ്. ഇന്ന് നമ്മൾ അതിന്റെ അതായത് ഏപ്രിൽ മാസത്തെയും മെയ് മാസത്തെയും 2025 ഏപ്രിലും മെയ്യും കേട്ടോ നമ്മൾ ബാക്ക് എന്ന് വരികയാണ് കേട്ടോ. ജൂലൈന്ന് ജൂണും കഴിഞ്ഞു. ഇപ്പൊ മെയ്യും ഏപ്രിലുമാണ് ഈ ക്ലാസ്സിൽ ഇട്ടിട്ടുള്ളത് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ നിറയെ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ട്. ഒരൊറ്റ ക്ലാസ്സിൽ ചെയ്യാന്ന് പറയുന്നത് അത്ര ഇതല്ല. ചിലപ്പോൾ ഞാൻ ഇതെല്ലാം കൂടിയിട്ട് എന്ത് ചെയ്യാം, ഒരൊറ്റ വീഡിയോ ആയിട്ട് ഒരു ഇതിൽ തന്നെ സ്ലൈഡ് ആക്കിയിട്ട് ചിലപ്പോൾ അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ. ഓൾറെഡി റെക്കോർഡ് എടുത്തതാണല്ലോ. ഓക്കെ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. വിലയേറിയ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും, കാരണം വലിയ ലെങ്ത് ഉള്ള ക്ലാസ് അല്ലേ, എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇടയിൽ ചിലപ്പോൾ നമ്മൾ പറയുന്നതൊന്നായിരിക്കും, മാർക്ക് ചെയ്യുന്നതൊന്നായിരിക്കും. അത് മനുഷ്യന് സഹജമായിട്ടുള്ള തെറ്റാണ്. താഴെ ഒന്ന് അത് നിങ്ങളൊന്ന് എന്താ നോട്ട് ചെയ്ത് പറഞ്ഞാൽ മതി കേട്ടോ. നല്ല വന്നതിൽ ആ ലിറ്റിൽ വാട്ടർ എന്ന് പറഞ്ഞതിൽ കാരണം വെള്ളം ഇല്ല എന്നുള്ള അർത്ഥമാണ്. അത് ഓപ്ഷൻ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മക്കളെ. എന്തെങ്കിലും തെറ്റ് വരികയാണെങ്കിൽ ക്ഷമിക്കണേ. തീർച്ചയായിട്ടും ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പരമാവധി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാം. നമുക്ക് സമയം കളയണ്ട. നമ്മുടെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾ നോക്കിയാൽ ഇഷ്ടംപോലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ട്, നിങ്ങളുടെ സമയം ഒരിക്കലും നിങ്ങൾ ഒരു അരമണിക്കൂർ ഒരു ദിവസം ഒരു ക്ലാസ്സിന് സമയം ചിലവാക്കിയെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അത് നഷ്ടമാകില്ല കേട്ടോ. അതൊരു അസറ്റ് ആയിരിക്കും നിങ്ങളുടെ അടുത്ത എക്സാമുകളിൽ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് 53/2025 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ് എടുക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രത്യേകത തോന്നിയിരിക്കാം. ഭയങ്കര ഹെഡ് ഏക്ക്, ഫീവർ വരുന്ന പോലെയൊക്കെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒരു എനർജി കമ്മിയാകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഫസ്റ്റ്, the quality of the oranges dash not satisfactory അല്ലേ, സാറ്റിസ്ഫാക്ടറി. കാരണം ഇവിടെ ക്വാളിറ്റി ഓഫ് ഓറഞ്ച് ആണ് അല്ലേ, ഓറഞ്ചിന്റെ ഗുണങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് ഇതേപോലെ നമ്മൾ കഴിഞ്ഞ സീരീസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് വർക്കൊക്കെ വരുന്ന സമയത്ത് അല്ലേ, അപ്പോൾ ഒരു സിംഗുലർ വെർബാണ് യൂസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ ക്വാളിറ്റി ഓഫ് ദ ഓറഞ്ചസ്. നോക്കൂ, ഇവിടെ വേർ എന്താ ഒരു പ്ലൂറൽ ഫോമുള്ള ഓക്സിലറി ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അല്ലേ. ഹാവ് ബീൻ, ഹാവും ഒക്കെ പ്ലൂറലാണ്, ആറും അതുപോലെ പ്ലൂറലാണ്. അപ്പൊ ദ ക്വാളിറ്റി ഓഫ് ദി ഓറഞ്ചസ്, ഓറഞ്ചിന്റെ മൊത്തം ഗുണങ്ങളെ കാണിക്കുന്നതാണ് അല്ലേ. അപ്പൊ മൊത്തമായിട്ട് അവിടെ കാണിക്കുമ്പോൾ അത് എപ്പോഴും എന്തായിരിക്കും, ഒരു സിംഗുലർ ഓക്സിലറി വെർബ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഒന്നേ ഉള്ളൂ അല്ലേ, വാസ് മാത്രമേ ഉള്ളൂ. വാസ് നോട്ട് സാറ്റിസ്ഫാക്ടറി. ഹി ഡാഷ് 10 years ഓഫ് സർവീസ് ബൈ നെക്സ്റ്റ് മാർച്ച് അല്ലേ. ഹി എന്തായിരിക്കാം, നെക്സ്റ്റ് മാർച്ച് ആണ് അല്ലേ, നെക്സ്റ്റ് മാർച്ച് ആണ്. അപ്പൊ അടുത്ത മാർച്ചോട് കൂടി 10 വർഷം കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ ഇങ്ങനെ വരും. എന്തായാലും നമുക്കറിയാം ബില്ല് എന്നുള്ളത് വരും അല്ലേ, ബില്ല് എന്നുള്ളത് വരും. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ, ഡിലീഷൻ ആണ് ക്വസ്റ്റ്യൻ PSC ചെയ്തിരിക്കുന്നത് കേട്ടോ, ഡിലീറ്റഡ് ആണ്. നെക്സ്റ്റ്, none of us played the game well. none ക്വസ്റ്റ്യൻ സെന്റൻസ് നെഗറ്റീവ് ആണ്. ടാഗ് എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം അല്ലേ. ടാഗ് എന്തായാലും പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ നെഗറ്റീവ് ടാഗ് ഒക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് വിടുക. പിന്നെ ഇത് നമുക്ക് തിരിച്ചു നോക്കേണ്ട ആവശ്യമില്ല അല്ലേ. പിന്നെ പ്ലേഡ് ആണ്. പ്ലേഡ് എന്ന് വരുമ്പോൾ നമുക്കറിയാം ഡിഡ് ഫോം ആണ് അല്ലേ. പ്ലേഡ് എന്ന് പറയുമ്പോൾ ഡിഡ് ഫോം ആണ് വരിക. V2 ഫോം അല്ലേ. പ്ലേഡ് പാസ്റ്റിലുള്ള കാര്യമാണ്. ഡിഡും പാസ്റ്റിലുള്ള കാര്യമല്ലേ. അപ്പൊ നമുക്ക് ഡിഡ്, പിന്നെ നമ്മൾ അസ് എന്ന് എഴുതി വെക്കാൻ പറ്റുമോ, അസ് ആണോ, അല്ല അല്ലേ. എന്താ, വി ആണ് അല്ലേ, ഡിഡ് വി ആണ്. ഡിഡ് അസ് എന്ന് ഒരിക്കലും എഴുതരുത് കേട്ടോ. അസുമായിട്ട് അസ് എന്തായി മാറണം, വി ആയിട്ട് മാറണം കേട്ടോ, ഡിഡ് വി. If you had reached the venue at the right time, you dash the chief guest. കണ്ടോ ക്വസ്റ്റ്യൻ കണ്ടോ എന്താണ് ഞാൻ പറഞ്ഞു, നമ്മുടെ സ്റ്റുഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, താഴെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് 2024 നമ്മൾ ഒരു സെറ്റ്
ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? 2024 എല്ലാ ലെവലുകളിലെയും എക്സാം നിങ്ങൾക്ക് ഞാൻ 8 വർക്കൗട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട്. അത് വർക്കൗട്ട് ചെയ്ത വ്യക്തിക്ക് ഈ 2025 അതായത് KAS-ലടക്കം നടന്ന എക്സാം അടക്കം നമുക്ക് സിമ്പിളായിട്ട് ആ എക്സാം നമുക്ക് ഇംഗ്ലീഷിൽ നിന്നുള്ള മാർക്ക് ഫുള്ള് വാങ്ങിക്കാനായിട്ട് പറ്റും. കാരണം ആ ലെവൽ നമ്മൾ ക്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അവർ പറഞ്ഞത് കറക്റ്റാണ് അല്ലേ? ആണ്. കാരണം നമ്മൾ ഒരു 10 ക്വസ്റ്റ്യനിൽ 10 മാർക്ക് ഞാൻ പറയുന്നില്ല, തീർച്ചയായിട്ടും 9 മാർക്ക് ഷുവർ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ക്ലാസ് കണ്ടുവന്ന വ്യക്തികൾക്ക് കേട്ടോ. ഇഫ് യു ഹാഡ് റീച്ച്ഡ്, ഹാഡ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു V3 ഫോം ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഒരിക്കലും ഹാഡ് കണ്ടതും വേഗം പോയിട്ട് വുഡ് ഹാവ് അല്ലെങ്കിൽ കുഡ് ഹാവിലേക്ക് പോകരുത്. ഹാഡ് കഴിഞ്ഞിട്ട് V3 ഫോം റീച്ച്ഡ്, കണ്ടോ? റീച്ച്ഡ് അല്ലേ? വെർബിന്റെ 3ാമത്തെ രൂപമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായിരിക്കണം? കുഡ് ഹാവ് എന്ന് വരണം. കുഡ് ഹാവ് കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, ഒരിക്കലും അതും എന്താണ് മീറ്റ് എന്ന് പറയുന്നത് V1 ഫോം ആണ് അല്ലേ? അതാണ് എഴുതേണ്ടത്? അല്ല, V3 ഫോം തന്നെ നമ്മൾ ഇവിടെ എഴുതണം കേട്ടോ. കുഡ് ഹാവ് മെറ്റ് കേട്ടോ, കുഡ് ഹാവ് മെറ്റ്. ഇഫ് യു ഹാഡ് റീച്ച്ഡ് ദ വെന്യൂ അറ്റ് ദ നൈറ്റ് ടൈം യു കുഡ് ഹാവ് മെറ്റ് ദ ചീഫ് ഗസ്റ്റ്. ഇത് ഇവിടെയും ഇത് ശ്രദ്ധിക്കണം കേട്ടോ, ഇത് ശ്രദ്ധിക്കണേ. ടീച്ചർ കുഡ് നോട്ട് ഡാഷ് ബീറ്റിംഗ് ദ സ്റ്റുഡൻറ് ഫോർ ഹിസ് മിസ്ബിഹേവിയർ അല്ലേ? ടീച്ചറിന് കഴിഞ്ഞില്ല അല്ലെ അടിക്കാനായിട്ട്, സ്റ്റുഡന്റിന്റെ മിസ്ബിഹേവിയർ അടിക്കാൻ കഴിഞ്ഞില്ല. പറയൂ, 65ാമത്തെ ആൻസർ ഏത് വരും? ബി ആണ് അല്ലേ? കീപ് ഫ്രം ആണ് കേട്ടോ. ടീച്ചർ couldn't keep from beating the student for his misbehavior. The correctly spelled word memento. മൊമെന്റോന്റെ കറക്റ്റ് സ്പെല്ലിംഗ് സി ആണ് കേട്ടോ, മെമെന്റോ കേട്ടോ. നമ്മൾ പറയും, നമ്മളെപ്പോഴും മൊമെന്റോ എന്ന് പറയും അല്ലേ? മൊമെന്റോ എന്ന് നമ്മൾ പറയുമോ? മെമെന്റോ. ഓക്കെ മെമെന്റോ. ME കേട്ടോ. ME എന്ന് ആലോചിച്ചാൽ മതി. ME അല്ലേ? മീ എന്നെ മീ പിന്നെന്താ? മെമെന്റോ. The court observed the agreement null and void. Here null and void means എന്താണ്? null and void means അതായത് കോർട്ട് നിരസിച്ചു അല്ലേ? എഗ്രിമെന്റുകളെയൊക്കെ നിരസിച്ചു. കാരണം എന്താണ്? null and അതെല്ലാം എന്താണ്? null and void ആയിരുന്നു, അതെല്ലാം invalid ആയിരുന്നു കേട്ടോ. null and void എന്താണ്? invalid. Pick out the word for a person who doesn't believe in and is strongly against accepted ideas, traditions, images, etc. അപ്പൊ ഇവിടെ ആൻസർ എന്താ വരിക? അതായത് ഇപ്പൊ നമ്മൾ പാരമ്പര്യമായിട്ട് പല വിശ്വാസങ്ങളും ഉണ്ടാവും അല്ലേ? പല ആചാരങ്ങളും ഒക്കെ ഉണ്ടാവും. അതിനെയൊക്കെ എതിർക്കുന്ന വ്യക്തിയെ പറയുന്ന പേര് എന്ത് എന്ന ചോദ്യം ഐക്കണോക്ലാസ്റ്റ് ആണ്. ആരാണ്? ഐക്കണോക്ലാസ്റ്റ് ആണ്. പാരമ്പര്യ വിശ്വാസങ്ങളെയും പതിവ് ആചാരങ്ങളെയും ഒക്കെയും നിരാകരിക്കുന്ന ആളിനെ പറയുന്ന പേര് ഐക്കണോക്ലാസ്റ്റ്. ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. ഹി സെഡ്, വിൽ യു ലിസൺ ടു സച്ച് ആൻ അഡ്വൈസ്? ഹി സെഡ് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. അപ്പൊ ഇവിടെ സെഡ് ആണ്, ഇവിടെ ശ്രദ്ധിക്കണേ, സെഡ് ആണ്. പറഞ്ഞു കഴിഞ്ഞു, പറഞ്ഞു പാസ്റ്റ് ആണ് അല്ലെ? ഒരു പാസ്റ്റ് ഫോം ആണ്. അപ്പൊ ഇനി ഇവിടെയുള്ള സെന്റൻസും എന്തായിരിക്കണം? പാസ്റ്റ് ഫോം ആയിരിക്കണം. ഓക്കെ ആണോ? ആയിരിക്കണം. ഇനി നമുക്ക് നോക്കാം, ഇവിടെ ആൻസർ എന്താ വരിക? ചെയ്തു നോക്കണം കേട്ടോ നിങ്ങള്. അതായത് അവൻ ചോദിക്കുകയാണ് അല്ലെ? അവന്റെ ഉപദേശം അതായത് അവർ ഉപദേശം കേൾക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇവിടെ ആൻസർ എന്താ വരിക? ഈ ഭാഗം പാസ്റ്റ് ഫോമിലേക്ക് മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് വരും ഡി ആണ് കേട്ടോ. ഹി ആസ്ക്ഡ്, സെഡ് മാറിയിട്ട് എന്താണ്? ചോദിക്കുകയാണ് അല്ലേ? ഹി ആസ്ക്ഡ് വെദർ, അതെല്ലാവിടെയും ഉണ്ട്. ദേ വരെ കറക്റ്റ് ആണ് അല്ലേ? ഇതുവരെ ഓക്കെ. ഹി ആസ്ക്ഡ് വെദർ ദേ, ബില്ല് പോയിട്ട് എന്തായിട്ട് മാറണം? വുഡ് ആയിട്ട് മാറണം. വുഡ് കഴിഞ്ഞിട്ട് പിന്നെ സബ്ജക്റ്റ് കൊടുക്കാൻ പാടില്ല അല്ലെ? വുഡ്. ലിസൺ വുഡ് കഴിഞ്ഞിട്ട് ഒരിക്കലും ഏത് ഫോം യൂസ് ചെയ്യാൻ പാടില്ല? V2 ഫോം V2 ഫോമോ V3 ഫോം ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. V1 ഫോം തന്നെ യൂസ് ചെയ്യുക കേട്ടോ. ലിസൺ കണ്ടോ, LISTN അതേ ഫോം തന്നെ യൂസ് ചെയ്യുക കേട്ടോ. വുഡ് കഴിഞ്ഞിട്ട് അതേ ഫോം, ലിസൺ ടു സച്ച് ആൻ അഡ്വൈസ്. ഓക്കെ, നമ്മൾ ചിലപ്പോൾ ലിസൺഡിലേക്ക് പോകും അല്ലേ? ലിസൺഡിലേക്ക് പോകും, ശ്രദ്ധിക്കണേ. ചിലപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ഈ ആൻസർ ഒന്നില്ലെങ്കിൽ ഇതിലേക്കാണ് എത്തിപ്പെടാനുള്ള സാധ്യത കൂടുതൽ. അപ്പൊ ശ്രദ്ധിക്കുക, വുഡ് കഴിഞ്ഞിട്ട് ഇവിടെ വില്ല് നമ്മൾ വുഡ് ആക്കണം, പക്ഷെ ഇവിടെ അതേ ഫോം തന്നെ എഴുതുക. എക്സ്പാൻഡ് UPI ഒന്ന് എക്സ്പാൻഡ് ചെയ്തേ. ഏതാണ്? യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 50/2025 ഡിവിഷണൽ അക്കൗണ്ട് ആൻഡ് ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ പ്രിലിമിനറി എക്സാം ഡിഗ്രി ലെവൽ നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേരള PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ചൂസ് ദി കറക്റ്റ് പ്ലൂറൽ ഫോം ഓഫ് ദി വേർഡ് ഗൂസ്. ആഹാ പെട്ടെന്ന് എത്തില്ലേ, പെട്ടെന്ന് എത്തിട്ടോ. ആഹാ എന്തൊരു അല്ലെ, നമുക്ക് ആൻസർ ഒക്കെ കാണുമ്പോൾ എന്ത് സന്തോഷമാണ് അല്ലെ, ഇങ്ങനെ അറിയുന്ന ആൻസർ ഒക്കെ കാണുന്ന സമയത്ത്. ഗൂസ് എന്താ? ഗൂസ് ഗൂസ് ഗീസ് ആണ് അല്ലേ. ഗൂസ് എന്താണ്? ഗീസ്. ഗൂസ് ഗീസ് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോട്ടെ. ഗൂസ് ഗൂസസ് എന്നൊന്നും പറഞ്ഞു പഠിച്ചു വെക്കല്ലേ. ഗൂസസ് എന്താ? ഗൂസ് ഗീസ് ഗൂസ് ഗീസ് ഗൂസ് ഗീസ് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോട്ടാ. ഗൂസ് ഗീസ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഓക്സിലറി വെർബ്? തന്നിട്ടുള്ളതിൽ ഓക്സിലറി വെർബ്. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എത്ര നന്നായി ഇല്ലേ. തന്നിട്ടുള്ളതിൽ ഓക്സിലറി വെർബ് ഏതാ? വില്ലാണ് അല്ലേ. വില്ല്, ഷോള്, വുഡ്, ഷുഡ്, ക്യാന്, മേ, മൈറ്റ്, മസ്റ്റ്, ഈസ്, ആം, ആർ, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ് ഇതൊക്കെ എന്താ? ഓക്സിലറി വെർബാണ് അല്ലേ. ഐഡന്റിഫൈ ദ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഇൻ ദ സെന്റൻസ്. പാസ്റ്റില് കഴിഞ്ഞ കാര്യവുമായിരിക്കണം, അത് കംപ്ലീറ്റഡും ആയിരിക്കണം, അങ്ങനെയുള്ള ഫോം നോക്കിക്കേ. ഏതാണ് വരിക? പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടോ, ഹാഡ്. പാസ്റ്റ് പെർഫെക്റ്റിലുള്ള ഫോം ഏതാണ്? ഹാഡ്. ഓക്കെ. ഹി ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് വെൻ ഐ അറൈവ്ഡ്. നമ്മൾ കണ്ടിട്ടില്ലേ, റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരും മുമ്പ് ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് എന്ന് നമ്മൾ പറയാറില്ലേ, അതേ ഫോം കേട്ടോ. അതേ ഫോമാണ് പാസ്റ്റ് പെർഫെക്റ്റ് ഫോം കേട്ടോ. വെൻ ഐ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. നമ്മൾ അങ്ങനെയല്ലേ പഠിക്കുക. അത് എന്ത് ഫോമാ? പാസ്റ്റ് പെർഫെക്റ്റ് ഫോം. അതൊന്നും ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. അങ്ങനെയൊക്കെ ക്ലൂ ഇട്ട് വെക്കി കേട്ടോ. പാസ്റ്റ് പെർഫെക്റ്റ് ഫോമാണ്. ഹി ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് when I arrived. Which sentences correctly uses a possessive pronoun? Possessive pronoun ഉപയോഗിച്ചിരിക്കുന്നത് തന്നിട്ടുള്ളതിൽ ഏതാ? Possessive pronoun D ആണ് കേട്ടോ. എയും സിയുമാണ്. എയും സി ആണ്. ദ ബുക്ക് ഈസ് മൈൻ കണ്ടോ, ബുക്ക് ഈസ് മൈൻ. പിന്നെ ഏതാ? ഹിയർ ഈസ് എ ബ്യൂട്ടിഫുൾ പെയിന്റിംഗ്. ഹിയർ അല്ലേ, അല്ലേ, ഹിയർ ഈസ് എ ബ്യൂട്ടിഫുൾ, സോറി ഹേഴ്സ് എന്നാണ് അല്ലേ. ഹേഴ്സ് ഈസ് എ ബ്യൂട്ടിഫുൾ പെയിന്റിങ്. അതായത് ഒരു സബ്ജക്റ്റിനെ അല്ലേ നമ്മൾ അതിനെ എങ്ങനെയാണ് ഒരു പൊസസീവ് പ്രോനൗൺ ആക്കാം. മൈൻ അല്ലേ, മൈൻ കണ്ടോ പൊസസീവ് പ്രോനൗൺ ആണ്. അതുപോലെ ഹേഴ്സ് കണ്ടോ അവളിൻ്റെ അല്ലേ. അതെ, നമ്മൾ ഷീ എന്നുള്ളതിനെ അവൾ നമ്മൾ ഹെർ എന്ന് പറയും അല്ലേ. ഹി എന്നുള്ളതിനെ ഹിം എന്ന് പറയും. അപ്പൊ ഹിം എന്താ? ഒരു പൊസസീവ് പ്രോനൗൺ ആണ്. അതേപോലെയാണ് കേട്ടോ. ഇനി ഫൈൻഡ് ദി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. കറക്റ്റ് സ്പെൽ വേർഡ് ഏതാ? റിസീവ്, ഡെഫിനറ്റ്ലി, അക്കോമഡേറ്റ്, ഒക്കേഷൻ. സി ആണ് അല്ലേ. അക്കോമഡേറ്റ് അല്ലേ. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് എന്ന് പറയുന്നുണ്ട് അല്ലേ. സോറി കേട്ടാ, അത് ഇടയ്ക്കിനി പറയേ, അതറിയാതെ ഇങ്ങനെ വന്നു പോകുന്നതാണ്, മനഃപൂർവ്വം പറയുന്നതല്ല. അക്കോമഡേറ്റ് കേട്ടോ. ACC ഓ MM അല്ലേ. MM പിന്നെയോ ഓ വീണ്ടും ഓ ഇട്ടു, പിന്നെ ഒരു ഡേറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അക്കോമഡേറ്റിന്റെ സ്പെല്ലിംഗ് പഠിച്ചു വെക്കണേ. ACC 2 C ഉണ്ട്. പിന്നെ നമുക്ക് ഇടയിൽ ഒരു ഓ ഇട്ട് കൊടുക്കാം, എന്നിട്ട് 2 M ഇട്ട് കൊടുക്കാം, എന്നിട്ട് വീണ്ടും ഒരു ഓ ഇട്ട് കൊടുക്കാം, എന്നിട്ട് ഒരു ഡേറ്റ് ഇട്ട് കൊടുക്കാം. ഐഡന്റിഫൈ ദ കൗണ്ടബിൾ നൗൺ ഫ്രം ദ ലിസ്റ്റ്. എണ്ണാൻ കഴിയുന്ന ഇതിൽ തന്നിട്ടുള്ളതിൽ എണ്ണാൻ കഴിയുന്നത്. വാട്ടറിന് എണ്ണാൻ കഴിയോ? റൈസിന് എണ്ണാൻ കഴിയും, പക്ഷെ അതൊരു സത്യമല്ല അല്ലേ. എത്ര ഇരുന്നെണ്ണും പറ്റുമോ? ഹാപ്പിനെസ്, സന്തോഷത്തിന് എണ്ണാൻ കഴിയോ? പക്ഷേ ഇവിടെ എണ്ണാൻ കഴിയുന്ന ഒരു സാധനമേ ഉള്ളൂ, ചെയർ. ചൂസ് ദി കറക്റ്റ് ഫോം ഓഫ് ദി റിപ്പോർട്ടർ സ്പീച്ച്. ഹി സെഡ് ഐ ആം റീഡിങ് എ ബുക്ക്. സെഡ് എപ്പോഴും ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അല്ലേ. ഈ പറഞ്ഞതെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതെന്ന് പറയേണ്ടത് അല്ലേ. സെഡ് പാസ്റ്റ് ആണ്. അപ്പൊ ഇവിടെയുള്ള ഫോം എന്തായിരിക്കണം? പാസ്റ്റ് ഫോം ആയിരിക്കണം കേട്ടോ. അപ്പൊ ഈ പ്രസന്റ് ഈസ് ഒക്കെ വെട്ടിക്കളഞ്ഞോ കേട്ടോ. ഇതൊക്കെ അങ്ങോട്ട് വെട്ടിക്കളയണേ. ഇതൊന്നും പിന്നെ നോക്കാൻ പാടില്ല കേട്ടോ. ഐ ആം റീഡിങ് എ ബുക്ക്. അപ്പൊ എന്ത് വരണം? ഏത് വരും ആൻസർ? ബി ആണ്. ഹി സെഡ് ദാറ്റ് അല്ലെ. ദാറ്റ് വരണ്ടേ? റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹി സെഡ് ദാറ്റ് വരണം അല്ലെ. ഇവിടെ എവിടെയെങ്കിലും ദാറ്റ് വന്നിട്ടുണ്ടോ? ഇല്ല. ഹി സെഡ് ദാറ്റ് ഹി വാസ് റീഡിങ് എ ബുക്ക്. ഹി സെഡ് ദാറ്റ് ഹി വാസ് റീഡിങ് എ
ഐഡന്റിഫൈ ദ സെന്റൻസസ് വിത്ത് കറക്റ്റ്ലി യൂസ്ഡ് ഇഡിയം. തന്നിട്ടുള്ളതിൽ കറക്റ്റ് ഇഡിയം ഫോം ഏതാണ്? ബാക്കിയൊക്കെ തെറ്റാണ്, ഇതൊക്കെ തെറ്റാണ് കേട്ടോ. ഇതാണ് ശരി. ഷീ ഹിറ്റ് ദ റൂഫ് വെൻ ഷീ ഹേർഡ് ദ ന്യൂസ് അല്ലേ. അതായത് അവള് എന്താ പറയുക, തെറ്റായിട്ടുള്ള ഒരു വാർത്ത അല്ലെ, ആ വാർത്ത കേട്ടപ്പോൾ അവളുടെ കോപം അല്ലെ, ദേഷ്യം എന്താണ് ഇതായി എന്നാണ് പറയുന്നത്. അപ്പൊ ഷീ ഹിറ്റ് ദ റൂഫ് വെൻ ഷീ ഹേർഡ് ദ ന്യൂസ്. ചൂസി കറക്റ്റ്ലി ജംബിൾഡ് സെന്റൻസ്. കറക്റ്റ്ലി ജംബിൾഡ്, കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പദം ഇവിടെ ഏതാണ്? ഇതാണ് കേട്ടോ. ഇൻ ദ പാർക്ക് ഐ ഓൾവേസ് walk in the evening. ബാക്കിയൊക്കെ എന്താണ് സെന്റൻസ് തെറ്റായിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇൻ ദ പാർക്ക് ഐ ഓൾവേസ് വാക്ക് ഇൻ ദ ഈവനിങ്. പാർക്കിൽ ഞാൻ എല്ലായ്പ്പോഴും വൈകിട്ട് നടക്കാറുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം പാർക്കിൽ ഞാൻ നടക്കാറുണ്ട് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഈ 30-ാമത്തേലാണ്. സോറി, ബി ആണ് ആൻസർ. സെലക്ട് ദ കറക്റ്റ് സെന്റൻസസ് ഇൻ ആക്റ്റീവ് വോയിസ്. ആക്റ്റീവ് വോയിസിൽ സെന്റൻസ് തന്നിട്ടുണ്ട്, അതിൽ കറക്റ്റ് ആക്റ്റീവ് വോയിസ് ഏതാണ്? ഇവിടെ ഏത് വരും? സി ആണ് അല്ലേ. ഇതാണ് കറക്റ്റ്. ഇത് ആക്റ്റീവ് വോയിസ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഇടുന്ന സെന്റൻസ് ആണ് അല്ലേ. ജോൺ, നോക്കൂ, ദ ലെറ്റർ വാസ് റിട്ടൺ ബൈ ജോൺ അല്ലേ. ബൈ ഫോം ഒക്കെ വരുമ്പോൾ ഏതാണ്? അതൊക്കെ പാസീവ് വോയിസിലുള്ള ഫോം ആയിരിക്കും. ബൈ, കണ്ടോ, അതെന്താണ്? പാസീവ് വോയിസിലുള്ള ഫോമാണ്. ബൈ ചേർത്തിട്ട് ലാസ്റ്റ് സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതൊക്കെ എന്താണ്? പാസീവ് വോയിസ് ആണ്. ഇതിപ്പോൾ വേറെ ഒക്കെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഈ ബൈ എന്നുള്ള ഓപ്ഷൻ തന്നെ വന്നു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? അതൊരു പാസീവ് ഫോമിൽ ആയിരിക്കും. Choose the correct phrasal verb to complete the sentences. The firemen were able to dash the fire before it spread. അണയ്ക്കുക അല്ലെ. അതായത് തീ ഇതാകുമ്പോഴേക്കും ഫയർമാൻ എന്ത് ചെയ്തു? അണയ്ക്കുക എന്ന അർത്ഥത്തിൽ. ബി ആണ് അല്ലെ. പുട്ട് ഔട്ട് അല്ലെ. പുട്ട് ഔട്ട്, അണയ്ക്കുക എന്ന അർത്ഥത്തിൽ. നമ്മൾ തീ അണയ്ക്കുക എന്ന് പറയില്ലേ, ആ അർത്ഥത്തിലാണ്. പുട്ടപ്പ് എന്താ? ഉപേക്ഷിക്കുക അല്ലെ. ടോളറേറ്റ് എന്ന് പറയും. പുട്ടപ്പ്, ടോളറേറ്റ്, ഉപേക്ഷിക്കുക. പുട്ട് ഓൺ എന്താ? വിയർ അല്ലെ, ധരിക്കുക എന്ന് പറയും. പുട്ട് ഡൗൺ എന്താ? സപ്രസ് അല്ലെ, അടിച്ചമർത്തുക എന്ന് പറയും. സപ്രസ്, അടിച്ചമർത്തുക. വിച്ച് സെന്റൻസസ് കണ്ടെയ്ൻസ് ആൻ അഡ്ജക്റ്റീവ്? വിച്ച് സെന്റൻസസ് കണ്ടെയ്ൻസ്, തന്നിട്ടുള്ളതിൽ അഡ്ജക്റ്റീവ് ഫോം യൂസ് ചെയ്തിട്ടുള്ളത് ഏതാ? അഡ്ജക്റ്റീവ് ഫോം നാമവിശേഷണം. നാമത്തെ വിശേഷിപ്പിക്കുന്നതാണ് അഡ്ജക്റ്റീവ് അല്ലെ. ക്രിയയെ, വെർബിനെ വിശേഷിപ്പിക്കുന്നതാണ് അഡ്വേർബ്. ഏത് വരും? ബി ആണ്. ദ ടാൾ ബിൽഡിംഗ് ഈസ് വിസിബിൾ ഫ്രം ഹിയർ. ദ ടാൾ ബിൽഡിംഗ് ഈസ് വിസിബിൾ ഫ്രം ഹിയർ. ഐഡന്റിറ്റി ദ ഇറഗുലർ വെർബ് ഫ്രം ദ ഓപ്ഷൻസ്. തന്നിട്ടുള്ളതിൽ ഇറഗുലർ വെർബ് ഏതാണ്? ബി ആണ് കേട്ടോ. ബൈ, വാങ്ങിക്കുക. വാക്ക് അല്ലെ, നടക്കുക എന്ന അർത്ഥത്തിലാണ്. ലാഫ്, ചിരിക്കുക എന്ന അർത്ഥത്തിലാണ്. ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട് അല്ലെ. ടോക്ക്, സംസാരിക്കുക എന്ന അർത്ഥത്തിലാണ്. ഇവിടെ എല്ലാം ഒരു പ്രവൃത്തി നടക്കുന്നുണ്ട്, ബൈ അല്ല. ചൂസ് ദി കറക്റ്റ് സെന്റൻസസ് യൂസിങ് എ പ്രിപ്പോസിഷൻ. തന്നിട്ടുള്ളതിൽ കറക്റ്റ് പ്രിപ്പോസിഷൻ യൂസ് ചെയ്തിട്ടുള്ള സെന്റൻസ്. ഹി ഈസ് വെയിറ്റിംഗ് സിൻസ് 2 hours. സിൻസ് ആണോ? സിൻസ് ആണോ? സിൻസ് കഴിഞ്ഞ് ഇവിടെ വർഷങ്ങൾ വരാം അല്ലെ. 4 എന്ന് പറയുന്നത് 2 hours ഒക്കെ എന്ന് പറയുമ്പോൾ 2 hours എന്നാണ് അവിടെ വരേണ്ടത്. ഇവിടെയോ? ആംഗ്രി വിത്ത് മീ അല്ലെ. ഇവിടെ വിത്ത് അല്ലേ വരേണ്ടത്, ഓൺ അല്ല. ഇവിടെ ഐ ആം ഇൻട്രസ്റ്റഡ്, കണ്ടോ? ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ. ഇൻട്രസ്റ്റഡ് കഴിഞ്ഞാൽ കണ്ടോ, ഇൻ ലേണിംഗ് ഫ്രഞ്ച്. നമ്മുടെ ലേബർ അസിസ്റ്റന്റ് ആണ് സെക്രട്ടറിയേറ്റ് ഒഴിക്കണം. എക്സാം നോക്കുന്നുണ്ടോ? സയൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തില്ലേ, സയൻസ് ഫിക്ഷൻ നോവൽ വായിക്കുന്നതിൽ അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് എന്ന് പറഞ്ഞു അല്ലേ. കണ്ടോ, ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് ഫ്രഞ്ച്. ഓക്കെ. ദേ ആർ മാരീഡ് ഫോർ 5 അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ. ചൂസ് ദി കറക്റ്റ് പാസീവ് ഫോം ഓഫ് ദി സെന്റൻസസ്. ക്ലീൻ ദ റൂം. ക്ലീൻ ദ റൂമിനെ എങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം? എങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റും? ലെറ്റ് ദ റൂം ബി ക്ലീൻഡ് അല്ലേ. ലെറ്റ് ദ റൂം, ലെറ്റ് എന്ന് എഴുതണം, എന്നിട്ട് റൂം, ദി റൂം ബി അല്ലെ. ബി ഫോം യൂസ് ചെയ്തു, എന്നിട്ട് ക്ലീൻഡ്. അടുത്തത് ഐഡന്റിഫൈ ദ കറക്റ്റ് സെന്റൻസ്. ഏതാണ്? എ ആണ്. ഹി ഡിഡിന്റ് സീ ഹർ കമ്മിങ് അല്ലെ. ഹി ഡിഡിന്റ് സീ, കണ്ടില്ല അല്ലെ. അവൾ വരുന്നത് എന്താണ്? അവൻ എന്ത് ചെയ്തില്ല? കണ്ടില്ല അവൾ വരുന്നത് അല്ലെ. ഓക്കെ. അടുത്തത് fill in the blanks with the correct choice
ഫ്രം ദ ഓപ്ഷൻസ് ബിലോ. ഡു യു മൈൻഡ്. ഡു യു മൈൻഡ് കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കണം? ഒരു ING ഫോമുള്ള വെർബ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അതൊരു റൂൾ ആണ് കേട്ടോ. ഡു യു മൈൻഡ്. ഡു യു മൈൻഡ് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ING ഫോം ആയിരിക്കണം. ഇവിടെ ING ഫോം ഉള്ളത് ഏതാ? ക്ലോസിംഗ്. Closing the door. Identify the error in the given sentences from the opposite options below. If you have made the cake, I would have appreciated. ഇവിടെ തന്നിട്ടുള്ളതിൽ എറർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐഡന്റിഫൈ ദ എറർ ഗിവൺ സെന്റൻസസ്. നമുക്കറിയില്ലേ, നമ്മളോട് കളിയില്ലേ, എന്താ ഇവിടെ വുഡ് ഹാവ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലേ, മെയ്ഡ് എന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഹാവ് അല്ല വരിക എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയും. അവിടെ ഹാഡ് ആണ് വരേണ്ടത് അല്ലേ, അപ്പൊ ഹാവ് ആണ് ഇവിടെ തെറ്റ്. ഓക്കെ, നമ്മൾ ഇത് ചർച്ച ചെയ്തതാണ് അല്ലേ. ഇഫ് യു ഹാവ് മെയ്ഡ് ദ കേക്ക് ഐ വുഡ് ഹാവ് അപ്രീഷിയേറ്റഡ് അല്ലേ. അതായത് പാസ്റ്റിലുള്ള എന്താണ് ഒരു അതായത് ഒരു ഇമാജിനറി ആണ് അല്ലേ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒരു ഇമാജിനറി ആണ്. കാരണം കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരെ അല്ലേ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്തിട്ടാവും. ഒരു ഇമാജിനറി കണ്ടീഷൻ ആണ് അല്ലെ, പാസ്റ്റിലുള്ള ഒരു ഇമാജിനറി കണ്ടീഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കണം ആൻസർ? ഇവിടെ ഹാഡ് ആണ് വരേണ്ടത്. അപ്പൊ ഇവിടെ തെറ്റ് ഏതാ? ഹാവ് ആണ് തെറ്റും. ഇനി നെക്കൽ ഹെഡ് ഈസ് എ സ്ലാങ് ഫോർ ഫൂളിഷ് പേഴ്സൺ. എന്താണ്? നെക്കൽ ഹെഡ് അല്ലേ, അതല്ലേ എങ്ങനെയല്ലേ ഉച്ചാരണം വരിക? നെക്കൽ ഹെഡ് ഈസ് എ സ്ലാങ് ഫോർ ഫൂളിഷ് പേഴ്സൺ അല്ലേ. മണ്ടൻ വ്യക്തി എന്നത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഒരു സ്ലാങ് ആണ് കേട്ടോ. മണ്ടൻ വ്യക്തി, ഫൂളിഷ് പേഴ്സൺ എന്നത് എന്താണ്? ഒരു ഇതൊരു സ്ലാങ് ആണ് കേട്ടോ. നെക്കൽ ഹെഡ് എന്ന് പറയുന്നത് ഒരു ഫൂളിഷ് പേഴ്സൺ ഈസ് എ സ്ലാങ് ഫോർ. ഓക്കെ, ഇനി ഈ കൊവാർഡ് എന്താ? കൊവാർഡ് ഭീരുക്കൾ എന്ന് പറയില്ലേ, ഭീരു ആണ് എന്ന് പറയില്ലേ. ഷൈ പേഴ്സൺ എന്താ? ഷൈ പേഴ്സൺ ലജ്ജ അല്ലെ, ലജ്ജയോടുകൂടി നിൽക്കുന്ന ലജ്ജാശീലൻ എന്നൊക്കെ പറയാം. ഇനി ക്രോക്ക്ഡ് വൺ എന്താ? വഞ്ചകൻ കേട്ടോ, വഞ്ചകനാണ്. Complete the sentences using any one of the suitable options given below. Yesterday I felt very tired as option A ആണ്. I was feeling a bit under the weather. Okay. I was feeling, അതായത് എനിക്ക് അല്പം എന്താണ് അസുഖം അല്ലെ, എനിക്ക് കുറച്ച് അസുഖം പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് എന്നാണ് ഇവിടെ പറഞ്ഞത്. യെസ്റ്റർഡേ ഐ ഫെൽറ്റ് വെരി ടയേർഡ് അല്ലെ, ഇന്നലെ എന്താണ് എനിക്ക് തോന്നി അല്ലെ, വെരി ടയേർഡ്. കാരണം ഐ വാസ് ഫീലിംഗ് അല്ലെ, എനിക്ക് കുറച്ച് എന്താണ് ഒരു അസുഖം പോലെ അല്ലെ, എനിക്ക് കുറച്ച് അസുഖം പോലെയൊക്കെ തോന്നി എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അണ്ടർ ദി വെദർ, അതായത് ഇതൊരു ഇഡിയം ആണ് കേട്ടോ. അണ്ടർ ദ വെദർ എന്ന് പറയുന്നത് തന്നെ ഒരു ഇഡിയം ആണ്. അണ്ടർ ദി വെദർ അതായത് അസ്വസ്ഥത അനുഭവപ്പെടുക എന്ന അർത്ഥത്തിലാണ് അണ്ടർ ദി വെദർ. Complete the sentences by choosing an appropriate one from the abbreviations given below. ഇവിടെ ഏതായിരിക്കും കറക്റ്റ് അബ്രീവിയേഷൻ വരുന്നത്? LDK ആണോ, LCL ആണോ, FOM ആണോ, BRB ആണോ? I had a FOMO അല്ലെ, FOMO when the crowd at the fair increased. I had a FOMO ട്ടോ, FOMO when the crowd at the fair increased. Identify the error in the given sentences from the following options. ഓ, ഇങ്ങനെ ഇത് വായിക്കാൻ വയ്യാത്ത അല്ലേ. She was complimented on her success. She was complimented on her success at the intercollegiate quiz festival held yesterday at the college auditorium. അല്ലേ, കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഒരു ക്വിസ് ഫെസ്റ്റിവൽ നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ അവൾ എന്തായിരുന്നു? She was complimented on her success. അതിൽ ഐഡന്റിഫൈ ദ എറർ ഇൻ ദ ഗിവൺ സെന്റൻസ്. തന്നിട്ടുള്ളതിൽ എറർ ആയിട്ടുള്ള സെന്റൻസ് ഏതെന്ന് ചോദിച്ചിരിക്കുന്നത് കോംപ്ലിമെന്റഡ് ആണ് കേട്ടോ, കോംപ്ലിമെന്റഡ് ആണ്. നേരത്തെ ആ കോംപ്ലിമെന്റ് തെറ്റാൻ കാരണം കോംപ്ലിമെന്റ് എന്നുള്ള സ്പെല്ലിങ് PLIMENT ആണ്. അഭിനന്ദനം എന്ന് അഭിനന്ദിക്കുക എന്ന അർത്ഥത്തിൽ കോംപ്ലിമെന്റ് LI ആണ് അവിടെ വരുന്നത്. അവിടെ പക്ഷേ അവിടെ എന്താ വന്നത്? E ആണ് വന്നത്. അതുകൊണ്ടാണ് ആ വാക്ക് എറർ ആയത് കേട്ടോ. ഷീ ഡിസൈഡഡ് ടു ഡാഷ് ദ ടോപ്പിക് ഇൻ ദ നെക്സ്റ്റ് മീറ്റിംഗ്. ബ്രിങ് അപ്പ് ആണ് കേട്ടോ.
She decided to bring up the topic in the next meeting. ഇവിടെ നോക്കൂ, തന്നിട്ടുള്ളതിൽ ബോൾഡ് ആയിട്ട് ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. പെനേഷ്യ എന്നത് അതിന്റെ മീനിങ് എന്താണെന്നാ ചോദ്യം. എന്താണ്? പീപ്പിൾ ബിലീവ് ദാറ്റ് ഡെമോക്രസി, അല്ലെ, ജനാധിപത്യത്തിൽ ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വിശ്വസിക്കുന്നുണ്ട്. ഈസ് എ പെനേഷ്യ കാരണം എന്താണ്? പനേഷ്യ ആണ്, അല്ലെ. എന്താ? സൊല്യൂഷൻ ഫോർ ഓൾ പ്രോബ്ലംസ് ഫോർ ദ ഹ്യൂമാനിറ്റി ആസ് എ ഹോൾ, അല്ലെ. ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും, അല്ലെ, എന്ത് ചെയ്യും? ജനാധിപത്യം എന്ന് പറയുന്നത്, ഡെമോക്രസി എന്ന് പറയുന്നത് ശരിയായ കാര്യമാണ്. സൊല്യൂഷൻ ഫോർ ഓൾ പ്രോബ്ലംസ്, കറക്റ്റ് ആൻസർ. Modern technology makes it easier than ever to eavesdrop on electronic communication. 32/2025 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. ഇവാസ്ഡ്രോപ്പ് അതിന്റെ കറക്റ്റ് മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ വരിക? ഡി ആണ് കേട്ടോ. ടു ലിസൺ secretly to a private conversation. To listen, let's ശ്രദ്ധിക്കുക, secretly to a private conversation. Eavesdrop. Modern technology makes it easier than ever to eavesdrop on electronic communication. Next, do you remember the passenger dash traveled yesterday without a ticket? Choose a suitable relative pronoun. കറക്റ്റ് റിലേറ്റീവ് പ്രോനൗൺ യൂസ് ചെയ്യണം. ബി ആണ് കേട്ടോ. ഹു ആണ്. കാരണം ഇവിടെ വെർബ് ഫോം ആണ് കേട്ടോ. ഡാഷ് കഴിഞ്ഞിട്ട് ഒരു വെർബ് ഫോം വന്നിട്ടുണ്ട് എങ്കിൽ ഇവിടെ എന്തായിരിക്കണം? ഹു ആയിരിക്കണം കേട്ടോ. Martin ate the dash amount of shawarma at the party, preferring to snack on vegetables. Superlative form of the adjective from the options. Martin ate the എങ്ങനെയാണ്? എത്ര എമൗണ്ട് ഓഫ് ഷവർമ എന്ന് പറയും? ലിറ്റിൽ എമൗണ്ട് ആണോ? ലെസ്റ്റ് ആണോ? ലെസ് ആണോ? ലീസ്റ്റ് ആണോ? ലീസ്റ്റ് ആണ്, അല്ലെ. ലീസ്റ്റ് എമൗണ്ട് ഓഫ് ഷവർമ. Martin ate the least amount of shawarma at the party. Pursuing a graduate degree from a reputable institution these days can cost an arm and leg. An arm and leg ന്റെ ഇഡിയം. എല്ലാ ഇഡിയമും ഞാൻ എടുത്തു തന്നിട്ടുണ്ട്. ഓർമ്മയില്ല നിങ്ങൾക്ക്? ആം ആൻഡ് ലെഗ് പറഞ്ഞു തരണം കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ചെയ്ത വ്യക്തികളാണ്, ഇപ്പൊ ചെയ്തിട്ടുണ്ടാവും. ആം ആൻഡ് ലെഗിന്റെ ഇഡിയം 2021 മുതൽ 2025 വരെ കേരള PSC നടത്തിയിട്ടുള്ള ഇഡിയം ഫുള്ളും ഇഡിയം മാത്രമായിട്ട് എടുത്തിട്ട് ക്ലാസ് ഇട്ട് തന്നിട്ടുണ്ട്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷന്റെ മാത്രം ഇട്ട് തന്നിട്ടുണ്ട്. ആർട്ടിക്കിൾ ഇട്ട് തന്നിട്ടുണ്ട്. ഇഫ് ക്ലോസ് ഇട്ട് തന്നിട്ടുണ്ട്. സിനോണിയം ഇട്ട് തന്നിട്ടുണ്ട്. ആന്റോണിയം ഇട്ട് തന്നിട്ടുണ്ട്. ബാക്കി എന്തൊക്കെയോ കിടക്കുന്നുണ്ട് കേട്ടോ അവിടെ. ഇഡിയം ഏതാ? ആം ആൻഡ് ലെഗ്. സി ആണല്ലേ. എക്സ്പെൻസീവ് ആണ്, അല്ലേ. എക്സ്പെൻസീവ് ആണ്. നമ്മൾ ഇപ്പൊ നമ്മൾ പറയില്ല, ആരെങ്കിലും എന്തെങ്കിലും ഒരു ക്യാഷിന്റെ കാര്യം നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ പറയും ഇവിടെ ആകെ ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് എന്താണ് പാപ്പരാണ് പറയില്ലേ. മൊത്തത്തിൽ പാപ്പരാണ് പറയുമ്പോൾ നമ്മുടെ എന്താണ് നമ്മൾ അങ്ങനെ കണക്കാക്കിയാൽ മതി. ആം ആൻഡ് ലെഗ്. അപ്പൊ നമ്മൾ മൊത്തമായി ഇല്ലേ, അല്ലേ. അങ്ങനെ കണക്കാക്കിയാൽ മതി. എക്സ്പെൻസീവ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കോമ്പൗണ്ട് വേർഡ്? താഴെ തന്നിട്ടുള്ള കോമ്പൗണ്ട് വേർഡ് ഏതാണ്? കൺസിസ്റ്റിംഗ് വെർബ് പ്ലസ് അഡ്വർബ് പാറ്റേണും ആയിരിക്കണം. അതൊരു വെർബും ആയിരിക്കണം. ഫസ്റ്റത്തെ സെന്റൻസ് കോമ്പൗണ്ട് വേർഡ് ആയിരിക്കണം. അതിന്റെ ആ കോമ്പൗണ്ട് വേർഡ് എന്ന് പറയുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ രണ്ട് വാക്ക് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വാക്കുകളായിരിക്കണം. ഓക്കെ. അതേപോലെ അതിൽ വന്നിട്ട് ഫസ്റ്റത്തേത് വെർബും ആയിരിക്കണം, രണ്ടാമത്തത് വെർബിന്റെ വിശേഷണവും ആയിരിക്കണം. എ ആണ്. ബ്രേക്ക് ത്രൂ ആണ് കേട്ടോ. ബ്രേക്ക് ത്രൂ. The dash of the royal family still preserve their tradition and cultural heritage. Pick out the correctly spelled word. Descendants. അതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഇതൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ആയിട്ട് വർക്ക് ചെയ്തതാണ്. ഡിസെൻഡൻസിന്റെ സ്പെല്ലിംഗ് ഒക്കെ. ബി ആണ് കേട്ടോ. ഡിസെൻഡൻസിന്റെ സ്പെല്ലിംഗ് DES, പിന്നെ എന്താ DS, പിന്നെ സെൻ, പിന്നെ ഡെൻസ്, അല്ലേ. ഡിസെൻസ്. The cloth used to fade when washed. അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ്.
ക്ലോത്ത് യൂസ്ഡ് ടു വന്നു കഴിഞ്ഞാൽ എന്താണ് ഓക്സിലറി വെർബ് ഉപയോഗിക്കേണ്ടത്? ഞാൻ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. യൂസ്ഡ് ടു എന്ന് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും യൂസ്ഡ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കരുത്. യൂസ്ഡ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഡിഡ് ഫോമിലേക്ക് മാറ്റണം. ഇതൊക്കെ അങ്ങോട്ട് മാറ്റിക്കും. ഓക്കെ, ഇനി ദിസ് ക്ലോത്ത്, ദിസ് പറയൂ, എന്ത് വരും? ദിസ് വരുമോ? ദിസ് ഉപയോഗിക്കോ? ഇല്ല. ഡിഡിൻറ്റ് ഇറ്റ് കേട്ടോ. ദിസ് എന്തായിട്ട് മാറണം? ഇറ്റ്. ഡിഡിൻറ്റ് ഇറ്റ്. ക്ലോസ് ദ വിൻഡോ, പാസീവ് വോയിസ്. ലെറ്റ് ദ വിൻഡോ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ ഒരു ഇതേപോലെ ഒരു പാസീവ് വോയിസ് വർക്ക്ഔട്ട് ചെയ്തില്ലേ? റൂം ക്ലീൻഡ് പറഞ്ഞിട്ട് ലെറ്റ് ദ റൂം, ലെറ്റ് ദ റൂം ബി ക്ലീൻഡ് പറഞ്ഞിട്ട് പറഞ്ഞില്ലേ? അതേ ഫോമിൽ എഴുതിയാൽ മതി. ക്ലോസ് ദ വിൻഡോ, ലെറ്റ് ദ വിൻഡോ ബി ക്ലോസ്ഡ്. The principal ordered a dash of paper. പേപ്പറിന്റെ കളക്റ്റീവ് നോൺ ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. Print the students' hall tickets. The principal ordered a dash of paper to print the students' hall tickets. പേപ്പറിന്റെ മുന്നിൽ നമ്മൾ നമ്പർ ഓഫ് പേപ്പർ പറയോ, പേജ് ഓഫ് പേപ്പർ പറയോ, റീം ഓഫ് പേപ്പർ, ഷീറ്റ് ഓഫ് പേപ്പർ, ഏത് വരും? റീം ഓഫ് പേപ്പർ ആണ് കേട്ടോ. റീം ഓഫ് പേപ്പർ. വേഗം ഷീറ്റ് ഓഫ് പേപ്പർ A4 ഷീറ്റിലാണ് പേപ്പർ എന്നിട്ട് ഷീറ്റ് എഴുതി വെക്കാൻ പാടില്ല. റീം ആണ്. ദ മാനേജർ ആസ്ക്ഡ് രാജി, അല്ലെ? ആസ്ക്ഡ് ചോദിച്ചു, രാജിയോട് ചോദിച്ചു, വൈ ഡിഡ്ന്റ് യു കം ടു ദ ഓഫീസ് യെസ്റ്റർഡേ? എന്തുകൊണ്ടാണ് നീ ഇന്നലെ ഓഫീസിലേക്ക് വന്നില്ല എന്ന് ചോദിച്ചു, അല്ലെ? അപ്പൊ അതിന്റെ ബാക്കി ഫിൽ ചെയ്യണേ, ഈ റിപ്പോർട്ട് ചെയ്യണേ. ദ മാനേജർ ആസ്ക്ഡ് രാജി, ഡിഡ് ഫോം ആണ്. അപ്പൊ ഇവിടെ എന്ത് വരണം? ഹാഡ് ഫോം വരണം, അല്ലേ? ഇവിടെ ഡിഡ് വന്നു കഴിഞ്ഞാൽ, ഇവിടെ ഡിഡ് വന്നത് കൊണ്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടായിരിക്കണം? ഹാഡ് ഉണ്ടായിരിക്കണം. ഇവിടെ ഹാഡ് ഉണ്ടോ ഫസ്റ്റത്തേല്? ഇല്ല, തെറ്റ്. ഇവിടെ ഹാഡ് ഉണ്ടോ? ഇല്ല. ഇവിടെ ഹാഡ് ഉണ്ടോ? ഇല്ല. കണ്ട, ആൻസർ എത്തി. സി, വൈ ഷീ ഹാഡിന്റ് കം ടു ദ ഓഫീസ് ദ പ്രീവിയസ് ഡേ. Question. Dash is a minimal distinctive sound unit of a language. Dash is a minimal distinctive sound unit of a language. Answer എന്താണ്? phoneme, അല്ലേ? phoneme. The arrangement of words and phrases to create well-formed sentences in languages is called syntax. എന്താണ്? syntax. The arrangement of words, the arrangement of words and phrases to create well-formed sentences in, അതായത് കറക്റ്റ് വേർഡുകളൊക്കെ നല്ല അറേഞ്ച്മെന്റിലും കറക്റ്റ് ഫ്രേസ് യൂസ് ചെയ്തിട്ടും വെല്ലായിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു സെന്റൻസ് യൂസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജുകൾ എന്താ പറയുന്നത്? സിന്റക്സ്. എവരി വൺ ഓഫ് us will kick the bucket, അല്ലെ? കിക്ക് ദ ബക്കറ്റിന്റെ ഇഡിയം കിട്ടും, എൻ്റെ മക്കൾ വേഗം ചെയ്യും. ടു ഡൈ, അല്ലേ? ബക്കറ്റിനുള്ളിൽ പൂച്ചപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചാവില്ലേ? പൂച്ചപ്പെട്ട് അടിച്ചു അങ്ങനെ ശ്വാസം കിട്ടാതെ വരില്ലേ? അപ്പൊ അത് ആലോചിച്ചാൽ മതി. കിക്ക് ദ ബക്കറ്റ്, ടു ഡൈ. ഇഫ് യു ഡാഷ് ഹാർഡ് യു വിൽ സക്സീഡ്. ഇവിടെ വില്ലാണ് ഫോം വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കണം? V1 ഫോം ആയിരിക്കണം. V1 ഫോം. ഹാഡ് വർക്ക്ഡ് അല്ല, ഇവിടെ V2 ആണ്. വക്സ്, യു കഴിഞ്ഞ വക്സ് യൂസ് ചെയ്യോ? ഇല്ല, വർക്ക്, അല്ലേ? ഇവിടെ ഹി ആണെങ്കിൽ ഇഫ് ഷിയോ ഹിയോ ആണെങ്കിൽ വർക്ക്സ് എന്ന് യൂസ് ചെയ്യാം. ഇവിടെ വർക്ക് ആയതുകൊണ്ട് യു എന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വർക്ക്, പ്ലൂറൽ ഫോമുള്ള വെർബ് ആയിരിക്കണം, വർക്ക് കേട്ടോ. Fill in the blanks, use suitable preposition. He had recovered. Recovered കഴിഞ്ഞാൽ recovered from നമ്മൾ അങ്ങനെയല്ലേ പറയാ? റിക്കവർ ആയി, recovered from his illness, അല്ലേ? recovered from his illness. Use the correct form of the verbs. Barking dog seldom എന്താ പറയാ? seldom bite ആണോ bites ആണോ? barking dog seldom bite ആണ് കേട്ടോ. bites എന്ന് പറയരുത്, bite അതാ പറയുമ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കണേ. barking dogs seldom bite. Who is regarded as the exponent of universal grammar? Noam Chomsky. എന്താണ്? Noam Chomsky. The acronym DIT stands for District Institute of Education and Training. Okay. District Institute of Education, DIT ന്റെ കേട്ടോ. DIT, the acronym DIT ന്റെ ഇതാണ്. ഡിസ്ട്രിക്ട്, ഡി എന്താ? ഡിസ്ട്രിക്ട്, ഐ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്.
Which among the following is an imperative sentence? Imperative sentence. ഇതറിയാം. വാവ് അല്ലേ, ഇവിടെ ഒരു ചിഹ്നമുണ്ട്. ഇതെന്താ? ഇതൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്, ആശ്ചര്യ ചിഹ്നമാണ് അല്ലെ, എക്സ്ക്ലമേറ്ററി ആണ്. സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, സബ്ജക്റ്റ് തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചിരിക്കുന്നു. ഇതൊരു അസേർട്ടീവ് സെന്റൻസ് ആണ് അല്ലെ, അസേർട്ടീവ് സെന്റൻസ് ആണ്. ഇനി വേർ ആർ യു ഗോയിങ്, ക്വസ്റ്റ്യൻ ചിഹ്നമുണ്ട്. ഇവിടെ ഒരു ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ് അല്ലെ, ഇത് ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ ഇതാണ് ആൻസർ. ഒബേ യുവർ എൽഡേഴ്സ്. Dash is her favorite sport. Is swimming. Swimming is her favorite sport. Next, choose the correct answer from the brackets. One of the boys dash absent today. ചെയ്യണേ. ഈ സാധനം ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. വൺ നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ബോയ്സ് ആണ്, ഒന്നിലധികം പേരുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഇവിടെ പ്ലൂറൽ ഫോം എഴുതി വെക്കരുത്. ഇവിടെ വൺ ഓഫ് ദ എന്ന് പറയുമ്പോൾ ഈ വണ്ണിനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈസ്. ഐ ആം എ പോലീസ്മാൻ, ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ചെയ്ത് നോക്കിയേ. ഐ ആം എ പോലീസ്മാൻ. തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണ്. ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ആം ഇൻറ്റ് ഐ എന്ന് യൂസ് ചെയ്യോ? ഇല്ല അല്ലെ. ആർ ഇൻറ്റ് അല്ലെ, ആർ ഇൻറ്റ് ഐ. ഇറ്റ് ഈസ് ഹൈ ടൈം യു ഡാഷ് സ്മോക്കിംഗ്. It is high time you എന്താ stopped smoking. stopped ഒരിക്കലും have ഓ had ഓ be അങ്ങനെയല്ല യൂസ് ചെയ്യരുത്. V2 ഫോം യൂസ് ചെയ്യണം കേട്ടോ. it is high time അതെപ്പോഴും അതൊരു റൂൾ ആണ്. നമ്മൾ നേരത്തെ do you mind പറഞ്ഞില്ലേ, do you mind കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? do you mind കഴിഞ്ഞാൽ ing ഫോം യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു. അതേപോലെ ഒരു റൂൾ ആണ് it is high time ട്ടോ. it is high time ഇത് കഴിഞ്ഞാൽ എപ്പോഴും V2 ഫോം തന്നെ യൂസ് ചെയ്യണം കേട്ടോ. കറക്റ്റ് V2 ഫോം, അതിന്റെ കൂടെ ഹാഡോ ഹാവോ ഒന്നും ചേർക്കാൻ പാടില്ല. V2 ഫോം സ്റ്റോപ്പ്ഡ്. ഇഫ് യു സ്റ്റാർട്ട് ഏർലി അല്ലേ, ഇഫ് യു സ്റ്റാർട്ട് ഏർലി നീ നേരത്തെ സ്റ്റാർട്ട് ചെയ്താണെങ്കിൽ എന്ത് ചെയ്യാം? യു വിൽ റീച്ച് ഇൻ ടൈം ഇല്ലേ, നേരത്തെ ഇല്ലേ. യു വിൽ സ്റ്റാർട്ട് ഏർലി യു വിൽ റീച്ച് ഇൻ ടൈം. ലെറ്റ്സ് നോട്ട് yield dash the temptation. Yield to. Let us not yield to temptation. All the assignments should be submitted on time. Dash they will not be evaluated. കറക്റ്റ് സമയത്ത് തന്നെ എല്ലാ അസൈൻമെന്റ്സും എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും സമർപ്പിക്കണം അല്ലേ. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം അതർവൈസ് അല്ലേ, otherwise അല്ലാത്ത പക്ഷം they will not be evaluated. otherwise അല്ലാത്ത പക്ഷം. you had better dash that music down before your dad gets angry. എന്താ? ടേൺ ആണ് കേട്ടോ. ടേൺ. യു ഹാഡ് ബെറ്ററിന് ശേഷം എപ്പോഴും എന്തായിരിക്കും? V1 ഫോം ആയിരിക്കും കേട്ടോ. ഹാഡ് ബെറ്ററിന് ശേഷം എപ്പോഴും V1 ഫോം യൂസ് ചെയ്യണം. അപ്പൊ യു ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇവിടെ ടേൺ ആണ് കേട്ടോ. ടേൺ. ഓക്കെ. ഹി ആണെങ്കിൽ ടേൺസ് എന്ന് നമുക്ക് കണക്ട് ചെയ്യാം അല്ലെ. ടേൺസ്. ഹി ഷീ ഒക്കെ ആണെങ്കിൽ ടേൺസ്. ഇറ്റ് ഒക്കെ ആണെങ്കിൽ ടേൺസ്. ഇവിടെ യു ആയതുകൊണ്ട് ടേൺ. ഡു യു മൈൻഡിന് ശേഷം ing ഫോം. ഇറ്റ് ഈസ് ഹൈ ടൈമിന് ശേഷം V2 ഫോം. ഹാഡ് ബെറ്ററിന് ശേഷം V1 ഫോം. She takes after her father. The phrasal verb takes after resembles അല്ലേ. takes after എന്താ പഠിച്ചു വെച്ചോണേ. takes after resembles. I write dash every day. ഞാൻ എഴുതാറുണ്ട് എല്ലാ ദിവസവും അല്ലേ. I write അല്ലേ. എന്ത് എഴുതാറുണ്ട്? I write every day. എന്ത് എഴുതാ? ഡയറി എഴുതാറുണ്ട് അല്ലേ. ഡയറി എഴുതാറുണ്ട്. ഏത് ഡയറിയാണ്? ബി ആണ് കേട്ടോ. ഡയറി. DIARY. ഡയറി. DIARY. The synonym for cease. cease എന്താ? സ്റ്റോപ്പ് അല്ലേ, അവസാനിക്കുക. cease ഓർമ്മയുണ്ടോ? സിനോണിംസില് നമ്മൾ പഠിച്ചത് cease സ്റ്റോപ്പ്. Dash is a minimal distinctive sound unit of a language. ഏത് വരും? ഇത് നമ്മൾ നേരത്തെ വർക്ക്ഔട്ട് ചെയ്ത അതേ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അല്ലേ. അത് വീണ്ടും റിപ്പീറ്റേഷൻ വന്നിരിക്കുകയാണ്. നമുക്ക് അതിൽ ഒന്നും കൂടി ചെയ്ത് നോക്കാം അല്ലേ. ഡാഷ് is a minimal distinctive sound unit of a language. ഇവിടെ ഏതാ നമ്മൾ പറഞ്ഞത്? ഫോണീമി അല്ലേ. പിന്നെ കറക്റ്റ് അറേഞ്ച്മെന്റ് ആയിട്ടുള്ള വേർഡും അതുപോലെ ഫ്രേസസും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫോംഡ് ആയിട്ടുള്ള സെന്റൻസുകളിനെ എന്ത് പറയും? സിൻഡെക്സ് എന്ന് പറഞ്ഞു. കിക്ക് ദ ബക്കറ്റ് എന്താ നമ്മൾ പറഞ്ഞത്? ടു ഡൈ എന്ന് പറഞ്ഞു. ഡെലിവർ ഇതിനൊക്കെ കളയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ഇഫ് യു
ഇവിടെ എന്താ പറയാ യു വന്നത് കൊണ്ട് വർക്ക് അല്ലേ ഇഫ് യു വർക്ക് ഹാർഡ് അല്ലേ ഇഫ് യു വർക്ക് യു വന്നത് കൊണ്ട് വർക്ക് ഹി ആണെങ്കിൽ വർക്ക്സ് ഷീ ആണെങ്കിൽ വർക്ക്സ് ഇറ്റ് ആണെങ്കിൽ വർക്ക്സ് അല്ലേ ഇവിടെ വില്ല് വന്നത് കൊണ്ട് ഒരിക്കലും ഇവിടെ പാസ്റ്റിലുള്ള ഫോമുകളൊന്നും യൂസ് ചെയ്യില്ല ഇവിടെ ഏതാ പറഞ്ഞ റിക്കവേർഡ് കഴിഞ്ഞാൽ എപ്പോഴും റിക്കവേർഡ് ഫ്രം അല്ലേ റിക്കവേർഡ് ഫ്രം ഹിസ് ഇൽനെസ് ബാർക്കിംഗ് ഡോഗ് സെൽഡം സെൽഡം ഇവിടെ എന്താ പറഞ്ഞ സെൽഡം ബൈറ്റ് അല്ലേ ബൈറ്റ്സ് ആണോ അല്ല ബൈറ്റ് ഇവിടെ ഏതാ നോം കൗൺസിലർ അതായത് എക്സ്പോണന്റ് യൂണിവേഴ്സൽ ഗ്രാമർ അത് കഴിഞ്ഞു ഡയറ്റിന്റെ ഫുൾ ഫോം എന്താ പറഞ്ഞ ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പിന്നെ ഇംപറേറ്റീവ് സെന്റൻസ് തന്നിട്ടുള്ളതിൽ ഏതാ സീലെ ഒബേ യുവർ ആൻസർ ഇത് ഏത് സെന്റൻസാ എക്സ്ക്ലമേറ്ററി ആണ് ഇതേതാണ് അസേർട്ടീവ് ആണ് ഇതേതാ ഇന്ററോഗേറ്റീവ് ആണ് ഇൻട്രോഗേറ്റീവ് ഡാഷ് ഈസ് എ dash is her favorite sports swimming swimming is her favorite sports okay അപ്പൊ ഇന്ന് കുറെ ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ബാലൻസ് ഇനിയും കിടക്കുന്നുണ്ട് നമുക്ക് തരാം കേട്ടോ ക്ലാസ്സുകൾ വേഗം ഇട്ട് തരാം തീർച്ചയായിട്ടും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യണം കേട്ടോ ടെലിഗ്രാം ഗ്രൂപ്പിൽ ആരും ജോയിൻ ചെയ്യുന്നില്ല അതൊന്ന് ജോയിൻ ചെയ്ത് നിങ്ങൾ പൈസ ഒന്നും ചിലവാക്കണ്ടല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് ജോയിൻ കൊടുത്താൽ മതി കേട്ടോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു